കണ്ടില്ലേ, ഹാഷ് മർജോന ആൻഡ് ഹെംപ് മ്യൂസിയം എന്നാണ് അതിൻ്റെ പേര്. സ്ട്രീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ, അതിൻ്റെ വിൻഡോസിലൊക്കെ ഇങ്ങനെ റെഡ് കളർ കർട്ടനും റെഡ് ലൈറ്റും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം പിറകിലായിട്ട് ഓരോ സുന്ദരികൾ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ നെസസ് ഓൺ വീൽസിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ആംസ്റ്റർഡാം ട്രിപ്പിൻ്റെ ഡേ 3 ആണ്. അപ്പം ഇന്ന് നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ആംസ്റ്റർഡാം സിറ്റിയൊക്കെ ഒന്ന് കറങ്ങുക. അപ്പം റെഡ് സ്ട്രീറ്റ്, പിന്നെ ഒരു ഈവനിങ് ഒരു ബോട്ട് ടൂർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്ലാന്. ഇന്നത്തെ വെതർ കുറച്ച് മോശമാണ്. നമ്മുടെ ഡേ 1ഉം ഡേ 2ഉം നല്ല അടിപൊളി വെതറായിരുന്നു. പക്ഷേ ഇന്ന് കുറച്ച് വിൻഡിയാണ്. പിന്നെ അതുപോലെ ലേറ്റർ ഡ്യൂറിങ് ദ ഡേ മഴയും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിയൊക്കെ ഒന്ന് കറങ്ങുക, അതുപോലെ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഒന്ന് യൂസ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ട്രാമും ബസ് സർവീസും ഒക്കെ ഒന്ന് യൂസ് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കാറും കൊണ്ട് പോയിട്ട് സിറ്റിക്ക് തൊട്ട് പുറത്തുള്ള ഒരു പാർക്കിംഗ് സർവീസ് ഉണ്ട്. അപ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ട്രാമിൽ പോകാനാണ്. അപ്പം നമ്മൾ ട്രാമിൽ കയറി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കാറും കൊണ്ട് വന്നിട്ട് സിറ്റി കയറുന്നതിന് തൊട്ട് പുറത്തുള്ളൊരു പാർക്ക് ആൻഡ് റൈഡിൽ കാറ് പാർക്ക് ചെയ്തിട്ട് എന്നിട്ടാണ് ട്രാമിലിപ്പം കയറി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രാമിലോട്ട് കയറുന്നതിൻ്റെ എല്ലാ ഡോറിൻ്റെയും 2 സൈഡിലും ഇതുപോലെ ടിക്കറ്റ് സ്കാനർ അല്ലെങ്കിൽ കാർഡ് സ്വൈപ്പ് ചെയ്യുന്ന മെഷീനുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ അങ്ങോട്ട് യാത്ര ചെയ്യുന്നത്. ബട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വരാൻ പ്ലാനുണ്ട്. കാരണം സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് ട്രാവൽ ചെയ്ത ടിക്കറ്റ് കൊണ്ടുവന്ന് നമ്മൾ പാർക്കിംഗ് സ്ഥലത്ത് മെഷീനിൽ സ്കാൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പാർക്കിംഗ് ചാർജ് ഏതാണ്ട് ഡിസ്കൗണ്ട് കിട്ടും. അതായത് ഏകദേശം 25-30 പൗണ്ടാണ് പെർ ഡേ അവിടെ പാർക്കിംഗ് ചാർജ്. അപ്പോൾ നമ്മൾ ഈ കാർഡ് സ്വൈപ്പ് ചെയ്യുകയാണെന്ന്, അതായത് ടിക്കറ്റ് കൊണ്ട് സ്വൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 5 പൗണ്ട് 6 പൗണ്ട് അതുപോലെ കുറയും. നമ്മളിന്ന് ആദ്യം കാണാൻ പോകുന്നത് ഒരു മർജോന മ്യൂസിയം ഉണ്ട്. അപ്പോൾ അതാണ് കാണാൻ പോകുന്നത്. അത് നമ്മുടെ ഏകദേശം റെഡ് സ്ട്രീറ്റിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പം അങ്ങോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇത് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് കണ്ടില്ലേ, ഫുള്ള് വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ബട്ട് അതർവൈസ് ഇന്നലെ മെനഞ്ഞാന്നൊക്കെ നമ്മൾ ഇതുവഴിയൊക്കെ നടന്നു പോയപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അപ്പോൾ എനിക്കൊന്ന് ഇന്നലത്തെ ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ കുറച്ച് വേസ്റ്റുകളും കാര്യങ്ങളുമൊക്കെ റോഡിലും അവിടെയൊക്കെ കിടപ്പുണ്ട്. അങ്ങനെ നമ്മൾ റോഡ് സൈഡിൽ ഒരു പലഹാരക്കടയൊക്കെ കണ്ടിട്ട് അവിടുന്ന് കൊച്ചുണ്ണിക്കും കിച്ചനും ചുറോസ് വേണമെന്ന് പറഞ്ഞിട്ട് അത് മേടിക്കാൻ വേണ്ടിയിട്ട് കയറിയാണ്. കണ്ടില്ലേ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പലഹാരങ്ങളാണ്. അപ്പോൾ ഇതാണ് ചുറോസ്. അപ്പം ചുറോസൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ചൂട് ചുറോസൊക്കെ കിട്ടി. അതൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ നടന്ന് പോകുന്ന വഴിക്ക് നമുക്കിതുപോലെ കടകളിലൊക്കെ നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, ഹാഷ് മർജോന ആൻഡ് ഹെംപ് മ്യൂസിയം എന്നാണ് അതിൻ്റെ പേര്. അങ്ങനെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മ്യൂസിയത്തിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. കണ്ടില്ലേ, കയറുമ്പോൾ തന്നെ നമുക്കവിടെ കൃഷ്ണൻ്റെ ഫോട്ടോയും ഒക്കെ വെച്ചേക്കുന്നത് കാണാം. പിന്നെ ഇതിനകത്ത് കയറുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കഞ്ചാവ് ചെടികളുടെ ഫോട്ടോയും പിന്നെ അതുപോലെ അതിനെക്കുറിച്ചുള്ള കുറേ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ബുക്കുകളും പിന്നെ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ആദ്യമേ തന്നെ കയറുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ഓരോന്നിൻ്റെ അടുത്തും അതിൻ്റെ എക്സ്പ്ലനേഷൻ ഓഡിയോ ആയിട്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ കയറുമ്പോൾ തന്നെ ഒരു ഡിവൈസ് തരും. അപ്പോൾ ആ ഡിവൈസ് നമ്മളിതുപോലെ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ സ്കാൻ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അതിൻ്റെ ഓഡിയോ കേൾക്കാൻ പറ്റും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ എന്താ പറയുക, അപ്പം നമ്മുടെ ഇന്ത്യയുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഹിസ്റ്ററി അങ്ങനെ ബന്ധപ്പെടുത്തിയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്.
ഇവിടെ നമുക്ക് അതുപോലെ കാണാൻ പറ്റുന്ന മറ്റൊരു കാഴ്ചയാണ് വിവിധ ഇനത്തിലുള്ള കഞ്ചാവ് ചെടികൾ കിളിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ കഞ്ചാവിൻ്റെ പലതരം പ്രോഡക്ട്സുകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്നത് കഞ്ചാവിൻ്റെ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫോം ഓഫ് കഞ്ചാവാണ്. അപ്പം ഇത് കനാബിസ് ഫ്ലോസ് അല്ലെങ്കിൽ അതുപോലെ നെബുലൈസർ അങ്ങനെയൊക്കെയുള്ള രൂപത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻസ് ആണ്. അതുപോലെ ഇവിടുന്ന് നമുക്ക് സുവനിയറായിട്ട് കനാബിസിൻ്റെ സീഡ് വാങ്ങാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. അതിന് സെൻസി സീഡ്സ് എന്നാണ് ഇവിടെ അതിന് പറയുന്നത്. അങ്ങനെ നമ്മൾ മ്യൂസിയം ഒക്കെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പം ഈ കാണുന്നതാണ് ചുവന്ന തെരുവ് എന്നറിയപ്പെടുന്ന സ്ഥലം. കണ്ടില്ലേ, ആ ജനലിലൊക്കെ ചുവന്ന വെട്ടം കാണാം നമുക്ക്. അപ്പം നമ്മളിങ്ങനെ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. ഈ കാണുന്നത് ഇവിടുത്തെ ഏറ്റവും പഴക്കമുള്ള ഒരു പള്ളിയാണ്. ഈ പള്ളിയുടെ തൊട്ട് അടുത്ത റോഡ് തൊട്ടാണ് ഈ റെഡ് സ്ട്രീറ്റ് തുടങ്ങുന്നത്. സ്ട്രീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ, അതിൻ്റെ വിൻഡോസിലൊക്കെ ഇങ്ങനെ റെഡ് കളർ കർട്ടനും റെഡ് ലൈറ്റും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം പുറകിലായിട്ട് ഓരോ സുന്ദരികൾ നിൽപ്പുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അവരവിടെ ഓരോ സർവീസസൊക്കെ ഓഫർ ചെയ്യുന്നത്. ഇവിടെ വീഡിയോസൊന്നും എടുക്കരുതെന്നാണ് ആൾക്കാർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ അധികം വീഡിയോസൊന്നും എടുക്കാൻ നിന്നില്ല. കണ്ടില്ലേ അവിടെയൊക്കെ ചുമന്ന വെട്ടം കാണുന്നത്. ഈ സ്ട്രീറ്റിൽ അതുപോലെ ഒരു സെക്സ് മ്യൂസിയം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഭയങ്കര ക്യൂ ആണ്. നമ്മളവിടെ അതുകൊണ്ട് ആൾക്കാരൊക്കെ ഉണ്ടായതുകൊണ്ട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അതുപോലെ ആംസ്റ്റർഡാമിലെ മിക്ക ഷോപ്പുകളിലും വാങ്ങാൻ കിട്ടുന്ന മറ്റൊരു ഐറ്റമാണ് മാജിക് മഷ്റൂം. കണ്ടില്ലേ, അതിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റി സാധനങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ മ്യൂസിയവും റെഡ് സ്ട്രീറ്റും ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ ബോട്ട് ടൂറിന് വന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇവിടുത്തെ വിൻ്റർ ലൈറ്റ്സ് ടൂറാണ് ശരിക്കും ഇത്. പക്ഷേ ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ടൂറ് കുറച്ച് കുളമായിട്ടുണ്ട്. എന്നാലും നമ്മളിങ്ങനെ ബോട്ടിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ബോട്ട് ടൂറിന് ടിക്കറ്റ് എടുക്കുമ്പോൾ പല പല ഓപ്ഷൻസ് ഉണ്ട്. അതായത് അൺലിമിറ്റഡ് ഡ്രിങ്കും അൺലിമിറ്റഡ് സ്നാക്സും ഒക്കെ കിട്ടുന്നത്. പക്ഷേ നമ്മൾ കുറച്ച് വലിയ ബോട്ടൊക്കെ എക്സ്പെക്റ്റ് ചെയ്താണ് വന്നത്. പക്ഷേ നമുക്ക് കിട്ടിയ ഒരു ചെറിയ ബോട്ടാണ്. അത് കാരണം തന്നെ നമുക്ക് മഴയൊക്കെ ആയതുകൊണ്ട് വലിയ കാഴ്ച കാണാനൊക്കെ കുറച്ച് പാടാണ്. നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ വിൻ്റർ ലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ബോട്ടിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ സൈഡിൽ ഓരോരോ തീം അനുസരിച്ച് ആണ് ഇങ്ങനെ ഓരോ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ബോട്ടിലൊരു ഗൈഡ് ഉണ്ടാകും, അതൊക്കെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും എന്തിനാ ഓരോ തീമിനെ കുറിച്ചും. അപ്പം അങ്ങനെ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിരുന്നു ആ ഒരിത്. പക്ഷേ മഴ കാരണം നമുക്ക് വ്യൂസൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബോട്ട് ടൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സെൻട്രൽ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സെൻട്രൽ സ്റ്റേഷനിൽ ചെന്നിട്ട് വേണം അവിടുന്ന് നമുക്ക് ട്രാം എടുത്ത് നമ്മുടെ പാർക്ക് ആൻഡ് റൈഡിലേക്ക് പോകാൻ. അവിടെയാണ് നമ്മുടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് കാറൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോകാനാണ് നമ്മുടെ പ്ലാൻ. അങ്ങനെ നമ്മൾ നടന്ന് സെൻട്രൽ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതുണ്ടാ കാണുന്നതാണ് സെൻട്രൽ സ്റ്റേഷൻ. അപ്പം നമ്മൾ സെൻട്രൽ സ്റ്റേഷൻ്റെ അകം ഇതുവരെ കണ്ടില്ല. അപ്പോൾ ജസ്റ്റ് ചുമ്മാ അകമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കയറിയാണ്. ശരിക്കും നമ്മൾ ട്രാമിനാണ് പോകുന്നത്. അപ്പോൾ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ട്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അകം നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കയറിയെന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോൾ 4th ഡേ മോർണിംഗ് നമ്മൾ പോകാനായിട്ട് സാധനമൊക്കെ പാക്ക് ചെയ്ത് അപ്പോഴാണ് നമ്മുടെ വീടിൻ്റെ പുറകിലായിട്ട് കുറച്ച് സൈക്കിളും സൈക്കിൾ പമ്പും പാഡിൽ ബോർഡും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലൊക്കെ ആവശ്യക്കാർക്ക് അതൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളതൊന്നും യൂസ് ചെയ്തില്ല. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും പുറകിലോട്ട് വന്നതാണ്. കണ്ടല്ലേ, ഇത് 3-4 സൈക്കിളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഇവിടെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാം. കാരണം വണ്ടി വീടിനടുത്ത് വരെ എത്താത്തത് കൊണ്ട് ഇതുപോലത്തെ സൈക്കിളാണ് അവർ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പം നമുക്കതെടുത്ത് അതിൽ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാം. അപ്പോൾ അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. നമ്മൾ ഫെറി എത്തിയിരിക്കുകയാണ്. നമ്മൾ സാധാരണ എല്ലാ തവണയും ട്രാവൽ ചെയ്യുന്ന ഫെറി തന്നെയാണ് ഇപ്രാവശ്യം ബുക്ക് ചെയ്തത്. DFDSൻ്റെ ഫെറിയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു വരാനായിട്ട് ഇങ്ങനെ ഫെറിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫെറിയിൽ ഏകദേശം 1.5 മണിക്കൂർ യാത്രയായി കഴിഞ്ഞ് നമ്മൾ UK പോർട്ടായിട്ടുള്ള ഡോവറിൽ എത്തിയിരിക്കുകയാണ്. ഡോവറിൽ നിന്ന് നമ്മളിപ്പം എക്സിറ്റ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിൽ നിന്ന് UK വരുമ്പം 1 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. അതായത് 1 മണിക്കൂർ കുറവാണ് UK. അങ്ങനെ നമ്മൾ UK എത്തി. അപ്പം നാവിഗേഷൻ കണ്ടില്ലേ, നാവിഗേഷൻ കാണിക്കുകയാണ് നമ്മൾ UK എത്തിയെന്നുള്ളത്. അപ്പം നമ്മുടെ ഈ പ്രാവശ്യത്തെ ആംസ്റ്റർഡാമിൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരുന്നു ഇത്. അപ്പം ആംസ്റ്റർഡാം വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷനും കൂടെ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.